ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയാലോ. കയ്യിലൊന്നും ഒരു തുള്ളി പോലും വിളഞ്ഞീനാവാതെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലുള്ള അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകി കളയാം. എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4-5 വിസില് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതാ ആക്കിയെടുത്താൽ വേഗം ചെത്തിയെടുക്കും ചെയ്യാം. കയ്യിലൊന്നും വിളഞ്ഞീനാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ വെന്ത് വന്നതുകൊണ്ട് അരിഞ്ഞെടുക്കണ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് കൈ വെച്ചിട്ടേനെ എല്ലാം ഒന്ന് അടച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇതുപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്താൽ മതി. മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ടെടുക്കുക. ഇതിലേക്ക് 4 ചെറിയുള്ളി, 3 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 4 പച്ചമുളക്, കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ ചക്കയിൽ ഉപ്പിട്ട് കൊടുക്കാത്തതുകൊണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടെടുക്കണം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 1/2 ടീസ്പൂണ് കടുക് ഇട്ടെടുക്കാം. ഇത് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂണ് ഉഴുന്ന് കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ മുകളിൽ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.